മോനാണെങ്കിലും ഇപ്പം ഒരു വിവാദം നടക്കുന്നു, അവന്റെ ലൈവ് പറഞ്ഞു അതിനെപ്പറ്റി കുറെ. ഇനിയിപ്പം ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഇനി അതായിരിക്കും ചോദ്യങ്ങൾ. അതൊക്കെ നടക്കട്ടെ, അതൊക്കെ അവരോട് ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടം നമ്മൾ പറയുന്നത്. അവൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്, അവന്റെ ഇഷ്ടം പറയട്ടെ. വെറുതെ ചൊറിയും കുത്തിയിരുന്ന് ഒരു പണിയില്ലാതെ ഒന്നും നടക്കാതെ ചൊറിയും കുത്തിയിരുന്ന കുറെ അലവലാദികൾ മാത്രമാണ് എന്നെ പറ്റി നെഗറ്റീവ് അടിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് മക്കളുണ്ട്, അവർക്ക് വേണ്ടി ജീവിക്കണം. എന്തുമാകട്ടെ, ഇനി എന്ത് പ്രശ്നങ്ങളും ഉണ്ടാകട്ടെ. ഇപ്പം പ്രായപൂർത്തിയായ ആർക്കും എന്ത് സംസാരിക്കാനുള്ള അവകാശം. ഇപ്പം മോനാണെങ്കിലും ഇപ്പം ഒരു വിവാദം നടക്കുന്നു, അവന്റെ ലൈവ് പറഞ്ഞു അതിനെപ്പറ്റി കുറെ. ഇനിയിപ്പം ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഇനി അതായിരിക്കും ചോദ്യങ്ങൾ. അതൊക്കെ നടക്കട്ടെ, അതൊക്കെ അവരോട് ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടം നമ്മൾ പറയുന്നത്. അവൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്, അവന്റെ ഇഷ്ടം പറയട്ടെ. ഇപ്പൊ കൊച്ചിന്റെ കാര്യമാണ്. അവന് വേണ്ടിയിട്ട്, അവനൊരു കുഞ്ഞു കുട്ടിയാണ്, അവന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അത് വേണം. കാരണം ഒരു അമ്മ എന്ന രീതിയിൽ രേണുസുതി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് പോസിറ്റീവായിട്ട് യഥാർത്ഥത്തിൽ 90% ആൾക്കാരും കാണുന്നുള്ളൂ. കാരണം എപ്പോഴും മനസ്സിലുണ്ടാകുന്നതെന്ന് പറയുന്നത് രേണുസുതി നന്നായി തന്നെ മുന്നോട്ട് പോട്ടെ. നല്ല ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. എന്നെപ്പറ്റി ഇന്നീ നിമിഷം വരെ നല്ല മനസ്സുള്ള നല്ല ആളുകൾ. എനിക്ക് വന്ന ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ ആൾക്കാർ പറയും, അവൾ ഉയർന്ന ആൾക്കാർ. അങ്ങനല്ല, ഇച്ചിരി ഉയർന്ന ആൾക്കാർ, അവർക്ക് വിവരവും വിദ്യാഭ്യാസം ബുദ്ധിയും ഉള്ളവര് എന്നെ ഇന്നീ നിമിഷം വരെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, സോഷ്യൽ മീഡിയ പോലും വെറുതെ ചൊറിയും കുത്തിയിരുന്ന് ഒരു പണിയില്ലാതെ ഒന്നും നടക്കാതെ ചൊറിയും കുത്തിയിരുന്ന കുറെ അലവലാദികൾ മാത്രമാണ് എന്നെ പറ്റി നെഗറ്റീവ് അടിക്കുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് കേട്ടോ. കാരണം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുള്ളെങ്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ. അപ്പം ഈ ഒരുപാട് നല്ല ആളുകൾ എന്നെ പറ്റി ഒരു 100 പേര് എന്നെ നെഗറ്റീവ് പറഞ്ഞാൽ 2 പേര് എനിക്ക് പോസിറ്റീവ് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് ഓക്കെയാണ്, സെറ്റാണ്. ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. ഇനി ആകാശം ഇടിഞ്ഞു വീഴുന്ന പ്രശ്നം ഉണ്ടായാലും രേണുസുതി ഇങ്ങനെ പോകത്തുള്ളൂ. ഇപ്പം ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ വന്നില്ല, എന്നെ ഏതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായി പോയപ്പോൾ ഇത് തന്നെ പറഞ്ഞതാണ്. മദ്യപിച്ച് വഴി കിടന്ന് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. അതെ, അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ശരിക്കും അഭിനയിക്കുകയാണ്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ രേണു അഭിനയത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ഓരോരുത്തരും ഒരു സിനിമയാകുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു. ഇത് ഇനാഗുറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് പ്രമോഷൻ. അപ്പം അതാണ് ചെയ്യുന്നത്. അതിന് നെഗറ്റീവായി എടുക്കേണ്ട കാര്യമില്ല. അതൊരാളുടെ വരുമാന മാർഗമാണ്. അതല്ലേ ശരി? അതെ, തീർച്ചയായിട്ടും വരുമാന മാർഗം മാത്രമാണ്. നമുക്ക് ജീവിക്കണേ പണം വേണം, മനസ്സിലായി? അതാ ഞാൻ പറഞ്ഞു, ഇവർക്ക് ഒന്നും പറ്റുന്നില്ല. രേണുസുതി ഫോൺ തുറക്കാൻ പറ്റത്തില്ല, രേണുസുതി മാറ്റി ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റത്തില്ല, ഫേസ്ബുക്കിനകത്ത് വിവാദം. അപ്പൊ ഇവർക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ഇവരുടെ മുഖം കാണണമെന്ന്, പക്ഷെ നടക്കുന്നില്ല. അതിനെന്നെ അത് മാത്രമല്ല, ഇനിയിപ്പം ഏറ്റവും വലിയ രസം, ഒരു രേണുസുതി ഒരു അക്കൗണ്ട് തുടങ്ങി, ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങി, സബ്സ്ക്രിപ്ഷൻ 3 ലക്ഷം വരുമാനമായി. ഇനി കുറച്ച് കഴിയുമ്പോൾ 5 ലക്ഷം. രേണുസുതിക്ക് 5 ലക്ഷം സഹിക്കാൻ പറ്റുന്നില്ലേ? അതൊരു പ്രശ്നമാണ്. മറ്റൊരാളിന്റെ ഉയർച്ചയിൽ അവർക്ക് ചില ആൾക്കാർക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണല്ലോ സത്യം. അല്ലെങ്കിൽ ഞാനൊന്നും കൊടുക്കുന്നില്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ എന്തെങ്കിലും പോയെങ്കിൽ ശരി, ഓക്കെ, ഞാനൊരു 180 രൂപയല്ലേ പോയുള്ളൂ, പോട്ടെന്നേ, എന്നെ കൊണ്ട് പറ്റുന്ന സംഭവമല്ലേ എന്ന് ചിന്തിക്കില്ല. പക്ഷെ നമുക്ക് എങ്ങനെ വിമർശിക്കാൻ പറ്റും? ആ വിമർശനത്തിലൂടെ നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുമോ? വിമർശിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആൾ ശ്രദ്ധിക്കാൻ കൂടി വേണ്ടിയായിരിക്കും, ഇല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആ പേര് രേണുസുതി ആ പേരും കൂടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വൻ റീച്ചാണ്. അവർ അക്കൗണ്ട് ഫോളോവേഴ്സ് കൂടുന്നു, അവർ പിന്നെ അവർക്ക് പ്രചോദനമാണ് ഇനി അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ. ഒരു ഇപ്പം മെയിൻ നമ്മുടെ എന്താ പറയുക, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നൊരു വ്ളോഗറുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാനത് മുഴുവൻ കണ്ടു കേട്ടോ. അദ്ദേഹം പറഞ്ഞത് രേണുസുതി എന്ന് പറയുന്നൊരു എക്കോ സിസ്റ്റമായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ അല്ല, രേണുസുതി നെഗറ്റീവ് പറയുന്നവരും, അത് രേണുസുതിക്ക് വരുമാനം, ആ നെഗറ്റീവ് പറയുന്നവർക്ക് വരുമാനം, അത് പിന്നെ വിവാദമാകുന്നു. ഇങ്ങനെ എക്കോ സിസ്റ്റമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ രേണുസുതി എന്നുള്ള ഒരു കണ്ടന്റ്.